ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ശ്ലോകം മാ ഭൈഷ്ട വിദ്വംസ്തവ നാസ്ത്യുപായഃ സംസാര സിന്ധോസ്തരണേസ്ത്യുപായഃ യേനൈവ യാതാ യതയോസ്യ പാരം തമേവ മാർഗം തവ നിർദ്ദിശാമി. ആ ശ്ലോകമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കി തുടങ്ങിയത്. ശിഷ്യനെ സമാധാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു. ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നവുമായിട്ട് നമ്മളെ സമീപിച്ചാൽ ആദ്യം തന്നെ അവരെ സമാധാനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് അവരുടെ മാനസികാവസ്ഥ, ആ പെട്ടെന്നുണ്ടായ വികാര വിക്ഷോഭങ്ങളിൽ നിന്ന് താഴേക്ക് കൊണ്ടുവന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാനുള്ള ഒരു സമാധാനത്തോടു കൂടിയുള്ള മനസ്സാകുന്നവരെ അവരെ സമാധാനിപ്പിക്കണം. അതിനുശേഷമേ അതിനുള്ള ഉപദേശങ്ങൾ, അതിനുള്ള മാർഗങ്ങൾ, പരിഹാര മാർഗങ്ങളൊക്കെ പറയാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇവിടെ ഗുരു ഇതിൽ കൂടെ കാണിച്ചു തരുന്നത്. ഇവിടെ പറഞ്ഞു മാ ഭൈഷ്ഠ, ഭയപ്പെടരുത്, നീ ഭയപ്പെടണ്ട. അല്ലയോ ശിഷ്യ, നീ ഭയപ്പെടുകയേ വേണ്ട. താങ്കൾക്ക് ഭയത്തിന്റെ ആവശ്യമില്ല. അപായമൊന്നും താങ്കൾക്ക് വരില്ല. മാ ഭൈഷ്ഠ വിദ്വംസ്തവ നാസ്ത്യുപായഃ. അതായത് വിദ്വാൻ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. നീ നല്ല വിവരമുള്ള ആളാണ്, നല്ല ആളാണ്, നല്ല ബുദ്ധിയുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവും. അപ്പൊ തന്നെ അവർക്കൊരു സമാധാനം വരും. നീ ഒരു വിവരമില്ലാത്ത ഇങ്ങനെയൊക്കെ കാണിക്കാവോ, എന്നാ വിവരമില്ലാത്തവനാ നീ എന്ന് ആദ്യം നമ്മൾ പറഞ്ഞാൽ അത് അവരെ പെട്ടെന്ന് തന്നെ ഡൗൺ ആക്കി കളയും. അവര് എന്താ പറയാ, തീർത്തും അവര് അയ്യോ ഞാൻ കൊള്ളില്ലാത്തവനാണല്ലോ എന്നൊരു അവസ്ഥ വന്നൊരു മാനസികാവസ്ഥയിലുള്ള ഒരാളോട് നമ്മളൊന്നും പറയാൻ മനസ്സിലാവില്ല. നേരെ മറിച്ച് നീ നല്ല ബുദ്ധിമാനാണ്, ഒരു കുഴപ്പമില്ല, നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, നീ ബുദ്ധിമാനാണല്ലോ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അയാൾ നന്നായിട്ട് ഉണർന്ന് ഉത്തേജമുള്ള ഒരാളായി മാറും. ആ സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് അത് നന്നായിട്ട് പ്രവേശിക്കും. ഇത് സാധാരണ നമ്മുടെ ലൗകിക ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ആത്മീയത എന്നുള്ളതല്ല, അല്ലാത്ത സമയത്തും ഇത് ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മളോട് പ്രശ്നങ്ങളുമായിട്ട് വരുന്നവരെ സമീപിക്കേണ്ടത്. സംസാര സിന്ധോ തരണേസ്ത്യുപായ. സംസാര സിന്ധുവിനെ തരണം ചെയ്യാനുള്ള ഉപായം ഉണ്ട്, ഭയപ്പെടുകയേ വേണ്ട. രണ്ട് ചോദ്യമായിരുന്നുള്ളൂ. ഒന്ന്, സംസാരധാരണത്തെ എങ്ങനെ ദഹിക്കുകയും ചെയ്യും. അതായത് ഞാൻ ദഹിച്ചുകൊണ്ടിരിക്കുകയാണ്, സംസാരത്തിലെ ആ കാട്ടുതീ പോലെ സംസാരം കൊണ്ട് ദഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ പറയുന്നു അതിനെ തരണം ചെയ്യാൻ മാർഗമുണ്ട്. പിന്നെ ഒരെണ്ണം പറഞ്ഞത് എനിക്ക് മരണഭയമുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. രണ്ട് ഭയമാണ് പറഞ്ഞത്. ഇവിടെ പറയുന്നു എല്ലാത്തിനും ഉപായമുണ്ട്, സംസാര സാഗരത്തെ തരണം ചെയ്യാൻ മാർഗമുണ്ട്, അപായമില്ല, ഇവിടെ ഉപായമുണ്ട്. ഉപായമുള്ളതിനാൽ നിനക്ക് അപായവും വരില്ല. നമ്മുടെ പൂർവികർ ഏതു മാർഗത്തിലൂടെ ഈ സാഗരത്തെ കടന്നുവോ ആ ഉപായം നിനക്ക് ഞാൻ പറഞ്ഞു തരാം. ചുമ്മാ പറയുന്നതല്ല, നമ്മുടെ പൂർവികരെ എത്രയോ പേര് ഈ സംസാര സാഗരത്തെ തരണം ചെയ്തിട്ടുണ്ട്. അവർ എങ്ങനെ ചെയ്തു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ആ പരമ്പരയായിട്ട് അത് മനസ്സിലാക്കി വന്നിട്ടുണ്ട്. അത് നിനക്ക് ഞാൻ പറഞ്ഞു തരാം. അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. ഏന ഏതു മാർഗ മൂലം, യാതാഹ അത് കടന്നവര്, യതയഹ അതിനുവേണ്ടി മോക്ഷമാർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവര്, ഈ പാരം ഈ അക്കരെ എങ്ങനെ എത്തിയോ, ഈ സാഗരത്തെ കടന്ന് എങ്ങനെയാണ് അവർ മോക്ഷമാർഗത്തിലേക്ക് എത്തിയോ, തമേവ ആ മാർഗം തന്നെ നിനക്ക് നിർദ്ദിശാമി ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയാണോ പൂർവികര് പലരും സംസാരസാഗരത്തെ കടന്നു പോയത് അതേ മാർഗം, ആ മാർഗം തന്നെ നിനക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ പിന്നെ സംശയത്തിന് വഴിയില്ലല്ലോ. ഒരാള് അക്കരെ കടന്നത് എങ്ങനെയാണോ ആ വഴി തന്നെ നിനക്ക് പറഞ്ഞു തന്നാൽ തീർച്ചയായിട്ടും നിനക്ക് കടക്കാൻ പറ്റുമെന്നുള്ളത് ഉറപ്പല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്നെയാണ്. അതിനാണ് ഈ പരമ്പരയുടെ കാര്യം പറയുന്നത്. പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങൾ വേണം, പരമ്പരയായിട്ടുള്ള ശിഷ്യപരമ്പരയിൽ കൂടെ വന്നിട്ട് വേണം എന്ന് പറയുന്നതിന്റെ കാര്യം തന്നെ ആ ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ്. എന്റെ ഗുരുവിന് ഇത് സാധിച്ചിട്ടുണ്ട്, അപ്പൊ തീർച്ചയായ ശിഷ്യൻ ഞാൻ ഗുരുവിനെ ശരിക്കും ഫോളോ ചെയ്താൽ എനിക്കും സാധിക്കും, ഉറപ്പാണ് അവിടെ. അതിനാണ് പരമ്പര വേണം എന്ന് നിർബന്ധമായിട്ടും ആത്മീയ പഠനത്തിന് പറയുന്നത്.
അതാണ് ആ കഴിഞ്ഞ ശ്ലോകത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു മനസ്സിന് ധൈര്യം കൊടുത്തു, വഴി പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. ആ ശിഷ്യനെ അവന്റെ മാനസികമായിട്ട് നല്ല ഉയർച്ചയിലേക്ക് എത്തിച്ചു. ഇനി അടുത്ത ശ്ലോകം, അജ്ഞാനയോഗാത് പരമാത്മനസ്തവ ജ്ഞാനാത്മബന്ധുസ്തത ഏവ സംസൃതി തയോർവിവേകോദിത ബോധവന്നിഃ അജ്ഞാനകാര്യം പ്രദഹേത്സമൂലം അജ്ഞാനയോഗാത് പരമാത്മനസ്തവ ജ്ഞാനാത്മബന്ധസ്തത ഏവ സംസൃതിഃ തയോർവിവേകോദിത ബോധവന്നിഃ അജ്ഞാനകാര്യം പ്രദഹേത്സമൂലം. ഒന്നുകൂടെ ചൊല്ലാം, അജ്ഞാനയോഗാത് പരമാത്മനസ്തവ ജ്ഞാനാത്മബന്ധസ്തത ഏവ സംസൃതി തയോർവിവേകോദിത ബോധവന്നിഃ അജ്ഞാനകാര്യം പ്രദഹേത്സമൂലം. ഈ ശ്ലോകം പറയുമ്പോ ഗുരു പറയുന്ന സമയത്ത് ശിഷ്യന്റെ മനസ്സ് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നാൽ, ഭയം, സങ്കടം എന്നിവയെല്ലാം ഒരു പരിധി വരെ മാറി ശ്രദ്ധയോടെ കേൾക്കുന്ന മനോനിലയിൽ. കഴിഞ്ഞ ശ്ലോകം പറഞ്ഞ് സമാധാനിപ്പിച്ചപ്പോ ശ്രദ്ധ, ഇനി ഗുരു പറയുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധ ഉണ്ടാകും എന്നുള്ളൊരു രീതിയിലേക്ക് ആ മനസ്സ് എത്തിയിട്ടുണ്ട് എന്ന് ഗുരു മനസ്സിലാക്കുന്നു. ശിഷ്യനെ ഓരോ സ്റ്റെപ്പായിട്ട് മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ് പേടിക്കണ്ട, ഇതിനു മുമ്പ് ഉള്ള ആൾക്കാർ കടന്ന മാർഗം ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞപ്പോ ആ ശിഷ്യൻ ഏത് നിലയിലേക്ക് ഉയർന്നിരിക്കുന്നു എന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് ബോധ്യമായി ഗുരുവിന്. അപ്പൊ ഗുരു പറയുന്നു, പരമാത്മാവായിരിക്കുന്ന നിനക്ക്, അതാണ് വലിയൊരു കാര്യമല്ലേ പറയുന്നേ, നേരിട്ട് പറയാണ്, പരമാത്മാവായിരിക്കുന്ന നിനക്ക്, പരമാത്മനസ്തവ, പരമാത്മാവായിരിക്കുന്ന നിനക്ക്. ആരോടാ പറയുന്നതെന്ന് ഓർക്കണം, യമനെയും സംസാരത്തെയും ഭയന്നിരിക്കുന്ന ആ ശിഷ്യനോട് പറയാണ്, പരമാത്മാവായിരിക്കുന്ന നിനക്ക്. എങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഒരു കാര്യം നമ്മളോട് ഒരു ഗുരു പറഞ്ഞാൽ? ഞാൻ ചിന്തിച്ചു നോക്കണം, എങ്ങനെയിരിക്കും നമ്മളോട് പരമാത്മാവായിരിക്കുന്ന നിന്നോട് ഞാനൊരു കാര്യം പറയാമെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ റിസീവ് ചെയ്യും അത്? അതാണ് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടത്. അപ്പോ പറയാണ് ഗുരു, പരമാത്മാവായിരിക്കുന്ന നിനക്ക് അജ്ഞാനയോഗാത്, അജ്ഞാനയോഗ, അറിവില്ലായ്മയാൽ, അജ്ഞാനത്താൽ ആണ് നിനക്ക് ഈ വക സങ്കടങ്ങൾ സംഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു വരികയാണ്. പരമാത്മാവായിരിക്കുന്ന നിനക്ക് അറിവില്ലായ്മയാൽ അനാത്മബന്ധ, ഹി അനാത്മബന്ധകാണ് അവിടെ. ഹ്യനാത്മ എന്നുള്ള വാക്ക് വഹ്യ എന്ന് വന്നത് ഹി അനാത്മബന്ധസ്ഥത എന്നുള്ളതാണ്. അനാത്മബന്ധ, എന്താണ് അനാത്മബന്ധം? അനാത്മാവായിട്ടുള്ളവയോടുള്ള ബന്ധം. ആ ബന്ധനം എങ്ങനെ വന്നു? അജ്ഞാനയോഗ, പരമാത്മാവായിരിക്കുന്ന നിനക്ക് അജ്ഞാനം മൂലം അനാത്മാവായിട്ടുള്ള കാര്യങ്ങളോട്, അങ്ങനെയുള്ള വസ്തുക്കളോട്, അനാത്മാവായിട്ട് എന്തെല്ലാം ഉണ്ടോ അതിനോടെല്ലാം നിനക്ക് ബന്ധം വന്നുപോയി, ബന്ധനമായി പോയി. നേരത്തെ തൊട്ടേ നമ്മൾ പറഞ്ഞു വരുന്നതാണ്, ആത്മ അനാത്മ വിചാരം വേണം. അനാത്മ ആയിട്ടുള്ളതെല്ലാം ശാശ്വതമല്ല. അങ്ങനെയുള്ളതിൽ നിന്നെല്ലാം നമ്മൾ വിട്ടു നിൽക്കണം. അങ്ങനെയേ മോക്ഷമാർഗത്തിൽ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ അതിന്റെ പ്രയോജനം കിട്ടുള്ളൂ. ആദ്യ ആത്മ അനാത്മ തിരിച്ചറിവാണല്ലോ വിവേകത്തിൽ കൂടി. വിവേകത്തിൽ കൂടി അനാത്മാവിനെ തിരിച്ചറിഞ്ഞ് അനാത്മാവിലെല്ലാം ഒട്ടൽ, അതിനോടുള്ള പാശം, അതിനോടുള്ള ബന്ധനമൊക്കെ വിട്ട് ആത്മബന്ധം മാത്രം നിലനിർത്തി മുന്നേറണം എന്നാണല്ലോ നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്റ്റെപ്പ് ഇട്ട് വരികയാണ് ഇവിടെ. ആദ്യമേ ശിഷ്യനോട് പറയുകയാണ്, പരമാത്മാവായ നിനക്ക്. എന്തൊരു ഹയർ ലെവലിലേക്കാണ് ആ ശിഷ്യനെ ഉയർത്തുന്നത്. അത് ആ ഗുരുവിന്റെ കഴിവാണത്. ആ ഗുരു, നമ്മൾ ചുമ്മാ ഒരാളുടെ പരമാത്മാവെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഗുരു അതിനാണ് ഇവിടെ പ്രത്യേകം പറയുന്നത്. ആർക്കാണിത് പറയാൻ പറ്റുക? നമുക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ മുമ്പിൽ നിന്ന് വന്ന് നിൽക്കുന്ന ഒരാളോട്
പരമാത്മാവായ നിന്നോട് ഞാനൊരു കാര്യം പറയാമെന്ന് പറഞ്ഞാൽ അയാളുടെ ഉള്ളിൽ അത് പ്രവേശിക്കില്ല. കാരണം നമ്മൾ ഇപ്പോ ആത്മനിഷ്ഠനല്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നമ്മൾ ആദ്യം ആത്മനിഷ്ഠനാവണ്ടേ. അതുകൊണ്ടാണ് നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ആത്മനിഷ്ഠനായിരിക്കണം എന്ന് പറഞ്ഞു. ശ്രോത്രിയനും ആത്മനിഷ്ഠനും എന്ന് നിർബന്ധം പറയുന്നതിന്റെ കാര്യത. ഇപ്പൊ നമുക്ക് പല സ്ഥലങ്ങളിലും ധാരാളം നമ്മളെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും നമ്മൾ കേൾക്കുന്നത് ഒരു 90%, 99% നമ്മൾ കേൾക്കുന്നത് ശ്രോത്രിയന്മാരിൽ നിന്നാണ്. നമ്മൾ ബ്രഹ്മനിഷ്ഠന്മാരിൽ നിന്ന് നമുക്കൊരു ഉപദേശം കിട്ടുന്നില്ല. കാരണം അങ്ങനെയുള്ളവർ നമുക്കിവിടെ നമ്മുടെ എന്താ പറയാ നമുക്കൊരു സാമീപ്യം കിട്ടുന്ന രീതിയിൽ ഇവിടെ ഇല്ല. അതൊരു മഹാഭാഗ്യമാണ് അങ്ങനെ കിട്ടുന്നത്. അപ്പൊ ചിലപ്പോൾ നമുക്കും കിട്ടിയേക്കാം, ഏതെങ്കിലും ഒരു ഗുരുവിന് അതുപോലെ നമുക്ക് ലഭിച്ചേക്കാം, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോ സാധാരണ ശ്രോത്രിയന്മാര് പറയുമ്പോൾ നീ പരമാത്മാവാണ്, നീ ആത്മാവാണ്, ജീവബ്രഹ്മൈക്യത്തിലാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മളതൊരു കേൾവി മാത്രമേ നമുക്കുണ്ടാവുന്നു. ആ കേൾവിയെ അനുഭവത്തിലെ തലത്തിലേക്ക് ഉയർത്താനുള്ള ഒരു എന്താ പറയുക ചൈതന്യത്തോടു കൂടിയുള്ള ഒരു വാക്ക്, വെറും വാക്കല്ല, വാക്കിൽ കൂടി ഒരു ചൈതന്യവും കൂടി പ്രവേശിക്കുന്ന രീതിയിലുള്ള ബ്രഹ്മനിഷ്ഠന്മാര് നമ്മുടെ ഇടയിൽ ഇല്ലാത്തത് നമുക്കൊരു വലിയ സങ്കടമാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ ചൈതന്യം അത് ഈശ്വരനിൽ കൂടി, ഈശ്വരനെ തന്നെ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതേ നമുക്കിപ്പോ ഒരു പോംവഴിയുള്ളൂ. അല്ലാതെ ഇപ്പൊ എല്ലാവർക്കും ആ ബ്രഹ്മനിഷ്ഠനെ കിട്ടുമോ? ഇല്ല. പിന്നെന്താണ് മാർഗം? അതിനൊരു മാർഗമാണ് ഒരു ഈശ്വരനെ, ഏതെങ്കിലും ഒരു ഈശ്വര രൂപത്തെ, ആ രൂപത്തെ ഗുരുവായി കണ്ടുകൊണ്ട് മുന്നേറിയാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഫലം അവിടെ ഉണ്ടാകും. നമുക്ക് തന്നെ സ്വയം നമ്മുടെ സാധനങ്ങളിൽ കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആത്മസ്വരൂപമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും, ഉറപ്പാണ്. കാരണം ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ലല്ലോ. അപ്പോ ഒന്നിലെ ഈശ്വരൻ നമുക്ക് പറ്റിയൊരു ഗുരുവിനെ, ബ്രഹ്മനിഷ്ഠനായ ഒരു ഗുരുവിനെ മുമ്പേ കൊണ്ടുതരും. ഇല്ലെങ്കിൽ ഈശ്വരൻ തന്നെ അത് ഏറ്റെടുക്കും. കാരണം മുമുക്ഷുവിനെ ഒരിക്കലും ഭഗവാൻ കൈവിടില്ല. ഒരിക്കലും കൈവിടാത്തൊരു വ്യക്തി ആരാണെന്ന് വെച്ചാൽ മുമുക്ഷുവാണ്. കാരണം അയാൾക്ക് വേറൊന്നുമല്ല, അയാൾ സ്വയം ഈശ്വരനാണെന്ന് തിരിച്ചറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഭഗവാൻ മാത്രമേ ഉള്ളൂ, സമ്പൂർണ്ണ ശരണാഗതിയാണ്. അങ്ങനെ ഒരാളെ ഭഗവാൻ കൈവിടില്ലല്ലോ. കാരണം ഭഗവാന്റെ തന്നെ അംശമല്ലേ നമ്മള്. അപ്പോ ആ അംശത്തെ, സ്വന്തം അതിനെ ഭഗവാൻ കൈവിടില്ല. അപ്പൊ ഒരു വഴി ഭഗവാൻ കാണിക്കുന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പൊ ഇവിടെ വലിയൊരു ഗുണം കണ്ടത് ഇവിടെ ഈ ശ്ലോകത്തില് ആ ഒരു സംബോധനയാണ്. പരമാത്മാവായിരിക്കുന്ന നിനക്ക് എന്ന് പറയുമ്പോ തന്നെ ശിഷ്യന് ഒരുപാട് അതിനകത്തൂടെ എനർജി കിട്ടിക്കഴിഞ്ഞു. അറിവ് ഒരുപാട് അതിനകത്തൂടെ, ജ്ഞാനത്തിന്റെ കുറെ പ്രവാഹം തന്നെ ഉണ്ടാവും. അങ്ങനെ പറയാണ്, അറിവില്ലായ്മയാൽ അനാത്മാവായിട്ടുള്ളവയോടുള്ള ബന്ധമാണ് നിനക്ക് ഈ ശോകത്തിന് കാരണം. തതഹ, അതിനാൽ അതിനാൽ തന്നെ എന്താണ്? അനാത്മബന്ധസ്തവ ഏവ സംസൃതി. സംസൃതി എന്നുള്ളത് സംസാരം എന്നുള്ളത് തന്നെയാണ് സംസൃതി എന്നുള്ള വാക്കുകൊണ്ടും ഉദ്ദേശിക്കുന്നത്. സംസൃതി എന്ന് പറഞ്ഞാൽ സംസാരം തന്നെയാണ്. സംസാരത്തിൽ എന്തെല്ലാം വരും? ദുഃഖം, വിഷമം, സങ്കടം, അജ്ഞാനം മൂലം എന്തെല്ലാം ഉണ്ടാകുന്നു അത് മുഴുവൻ സംസാരമാണ്. അജ്ഞാനം മൂലം ഉണ്ടാകുന്ന സകലതും സംസാരം എന്ന വാക്കില് സംസൃതി എന്നതിൽ പെടും. അപ്പൊ പറയാണ്, പരമാത്മാവായ നിനക്ക് അജ്ഞാനം മൂലം, അനാത്മബന്ധം മൂലം ദുഃഖം വന്നിരിക്കുന്നു. അപ്പൊ അയാൾക്ക് കുറെ സമാധാനായി. എന്താ പറയണേ? അറിവില്ലായ്മ കൊണ്ടാണ്, അജ്ഞാനം കൊണ്ടാണ്, അല്ലാതെ വേറെ കാര്യങ്ങൾ കൊണ്ടൊന്നല്ല. അപ്പൊ തന്നെ സ്വയം ഒരു കോൺഫിഡൻസിലേക്ക് വരും. അജ്ഞാനം മാറിയാൽ മതിയല്ലോ എന്ന് സ്വയം ഉള്ളിൽ തോന്നൂലോ. അപ്പൊ സംസാരം എങ്ങനെയുണ്ടായി എന്ന് ഗുരു പറഞ്ഞു തന്നു. ആദ്യം അതറിയില്ലായിരുന്നു. എനിക്ക് സംസാര സാഗരത്തിൽ ഉള്ള അഗ്നി പോലെ ഞാൻ ദഹിക്കുകയാണ്, കാട്ടുതീ പോലെ ദഹിക്കുകയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കൂടാതെ മരണഭയവും എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഭഗവാനെ എന്ന് ഗുരുനാഥ എന്ന് പറഞ്ഞപ്പോ എവിടെയാണ് തെറ്റുപറ്റിയിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണല്ലോ ഗുരുവിനെ സമീപിച്ചിരിക്കുന്നത്. എന്താണ് എനിക്ക് പറ്റിയ കുഴപ്പമെന്ന് അറിയുന്നില്ല. ഇപ്പൊ ഗുരു പറഞ്ഞു കൊടുത്തു, ഒന്നുമില്ല, നിസ്സാര കാര്യമേ ഉള്ളൂ, ഒരു പ്രശ്നമില്ല, ഇതിനുള്ള വഴിയൊക്കെ ഉണ്ട്. ഇത് അജ്ഞാനം കൊണ്ട് സംഭവിച്ചതാണ്. അജ്ഞാനം കൊണ്ട് നീ അനാത്മാവായതിനൊക്കെ ബന്ധം വെച്ചിരിക്കുന്നതിലാ നിനക്ക് സംസാരത്തിന്റെ ദുഃഖം വരുന്നു. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടാണ് അതിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്.
അപ്പോ ഇനി എന്താ ചെയ്യണ്ടേ? ഇനി തയോർ വിവേകോദി തയോ എന്താ പറയുന്നത്? രണ്ടാമത് തയോർ വിവേകോദിത ബോധവന്നി, വിവേകോദിത ബോധവന്നി. അപ്പൊ പറയുന്നു തയോഹോ വിവേക ഉദിത ബോധവന്നി. ആ രണ്ടിന്റെ ഏതാ രണ്ട്? ആത്മ അനാത്മ. തയോർ വിവേകം, രണ്ടിന്റെ വിവേകം നിനക്കുണ്ടാകണം. എന്തിന്റെയാണ്? തയോഹോ എന്നിവിടെ പറയുന്നത് ആത്മ അനാത്മ. പിന്നെയോ തയോഹോ വിവേക ഉദിത. വിവേക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എന്താ വിവേകത്തിന് പറഞ്ഞേ? തരം തിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ്, നല്ലതും ചീത്തയും തരം തിരിച്ചറിയുക, സത്യവും നുണയും തിരിച്ചറിയുക, നശിക്കുന്നതും നശിക്കാത്തതും തിരിച്ചറിയുക. അങ്ങനെയുള്ള ആ തരം തിരിച്ച് അറിയാനുള്ള കഴിവ്, അതാണ് വിവേകം. ഉദിത ബോധം, അങ്ങനെ തിരിച്ചറിഞ്ഞ് തോന്നിയ അറിവ്, തിരിച്ചറിവിലൂടെ ഉണ്ടായ അറിവ്. അങ്ങനെ തന്നെ വേണമെന്ന് നേരത്തെ നമ്മൾ പഠിച്ചു. വിവേകത്തിൽ കൂടി ഉണ്ടാകുന്ന ആ ബന്ധവിമുക്തിയും മറ്റു കാര്യങ്ങളുമേ നമ്മളെ മുന്നോട്ട് നയിക്കുള്ളൂ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. വിവേകമില്ലാതെ വരുന്ന ആ കാര്യങ്ങളൊന്നും നമുക്ക് പ്രയോജനം ചെയ്യില്ല. വൈരാഗ്യമൊക്കെ വിവേകത്തോടു കൂടിയുള്ള വൈരാഗ്യം മാത്രമേ പ്രയോജനം ചെയ്യുള്ളൂ. അല്ലാത്തത് വീണ്ടും നമ്മളെ ഈ ബന്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കും, പൂർവാധികം ശക്തിയായിട്ട് വലിച്ചിഴയ്ക്കും എന്നാണ് നമ്മൾ പഠിച്ചത്. അത് തന്നെ ഇവിടെയും പറയുന്നത്. തയോഹോ വിവേക ഉദിത ബോധവന്നിഹി. വന്നി എന്ന് പറഞ്ഞാൽ ഇവിടെ ജ്ഞാനാഗ്നിയാണ്. ഇവിടെ വന്നി, ഇവിടത്തെ വന്നി ജ്ഞാനാഗ്നി, വെറും അഗ്നി എന്നുള്ളതല്ല, ജ്ഞാനാഗ്നി എന്നാണ് ഈ ശ്ലോകത്തിൽ ഇവിടെ അതിന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അതായത് ആത്മ അനാത്മ തിരിച്ചറിഞ്ഞ്, എങ്ങനെ? വിവേകത്തോടു കൂടിയ ബുദ്ധി ഉപയോഗിച്ച് തിരിച്ചറിഞ്ഞ് ആ ജ്ഞാനാഗ്നി, അങ്ങനെ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്നതാണ് ജ്ഞാനാഗ്നി. അജ്ഞാനകാര്യം പ്രദഹേത്സമൂലം. ആ ജ്ഞാനാഗ്നി എന്ത് ചെയ്യും? അജ്ഞാനകാര്യം, അറിവില്ലായ്മയുടെ വിളവ് അഥവാ ഫലം, അറിവില്ലായ്മ കൊണ്ടുണ്ടായ ഒരു ഫലം, അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്ന വിളവ് എന്ന് പറയാം. അതിനെ പ്രദഹേത്. പ്രദഹേത് എന്ന് പറഞ്ഞാൽ അഗ്നിയല്ലേ? അഗ്നി എങ്ങനെയാ? പ്രദഹേത്, കത്തിച്ച് ശാമ്പലാക്കുക. അതാണ് അഗ്നിയുടെ ധർമ്മം. കത്തിച്ച് കളയുക, ദഹിപ്പിച്ച് കളയുക. അപ്പോ പ്രദഹേത്, അത് ദഹിപ്പിക്കുന്നു. എങ്ങനെ ദഹിപ്പിക്കുന്നു? സമൂലം, വേരോടുകൂടി ദഹിപ്പിച്ച് കളയും. ഇത് കൂടുതൽ എന്താ ഒരു ഗുരു പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പൊ കാര്യം വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു കൊടുത്തേ. ആദ്യമേ ഗുരു ശിഷ്യനെ നന്നായിട്ട് ഉയർത്തി, പരമാത്മാവായിരിക്കുന്ന നിനക്ക് അറിവില്ലായ്മയാൽ വന്നു ചേർന്നിരിക്കുന്ന ഈ ദുഃഖം വിവേകപരമായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച് നീ ആ അജ്ഞാനത്തെ മനസ്സിലാക്കുമ്പോൾ, അതിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ജ്ഞാനാഗ്നി, ആ ജ്ഞാനാഗ്നി ഈ അറിവില്ലായ്മയെ വേരോടുകൂടി നശിപ്പിക്കും. അറിവില്ലായ്മയെ ജ്ഞാനം നീക്കും. ഇതാണ് സംഭവം. ജ്ഞാനം അറിവില്ലായ്മയെ നീക്കും. അപ്പോൾ സംസാരം അപ്രത്യക്ഷമാകും. ഇതല്ലേ രത്നചുരുക്കം? അതാണ്. അപ്പോ അറിവില്ലായ്മയിൽ നിന്ന് എന്തെല്ലാം ഉണ്ടായോ അത് മുഴുവൻ വേരോടെ നശിക്കുന്നു. അറിവില്ലായ്മയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതെല്ലാം തന്നെ നശിക്കും ജ്ഞാനാഗ്നി കൊണ്ട്. സങ്കടം മാത്രമല്ല, എന്തെല്ലാം മോക്ഷപ്രാപ്തിക്ക് തടസ്സമായത് എന്തെല്ലാം ഉണ്ടോ, അനാത്മാ മൂലം എന്തെല്ലാമാണോ നമ്മളിൽ പറ്റിച്ചേർന്നിരിക്കുന്നത്, അതായത് ആത്മ എന്നതൊഴികെ ബാക്കി സംഭവിച്ചിരിക്കുന്നത് മുഴുവൻ അനാത്മാവാണ്. ആ അനാത്മാ കൊണ്ടുള്ള എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അത് മുഴുവൻ ജ്ഞാനാഗ്നി കൊണ്ട് നീക്കപ്പെടും. അപ്പൊ ഇവിടെ ഗുരു ഇത് പറഞ്ഞപ്പോ ശിഷ്യന് കുറെ പുതിയ വാക്കുകൾ ഇവിടെ വന്നു. അതൊക്കെ ഇനി ഗുരു വിരിയിച്ചു കൊടുക്കേണ്ടി വരും, ഇല്ലേ?
ആദ്യമായിട്ടാണ് ശിഷ്യൻ കേൾക്കണമെന്ന് വിചാരിക്കുക. എന്താണ്? പരമാത്മാവായിരിക്കുന്ന നിന്നോട് എന്ന് പറയും. അപ്പോ പരമാത്മാ അതെന്താണ് എന്നറിയണം. പിന്നെ അജ്ഞാനം എന്നൊരു വാക്ക് പറഞ്ഞു. അജ്ഞാനത്തിന്റെ ഡെഫിനിഷൻ എന്താണ്? എന്താണ് ഈ അജ്ഞാനം കൊണ്ടുണ്ടായ സംസാര ദുഃഖം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ? നമ്മൾ കുറെ വായിച്ചത് കൊണ്ട്, കുറെ ക്ലാസ്സുകൾ കേട്ടതുകൊണ്ട്, പല പ്രഭാഷണങ്ങളും കേട്ടതുകൊണ്ട്, പല ഗുരുനാഥന്മാരുടെ കയ്യിൽ നിന്നും പലതും കേട്ടതുകൊണ്ട് ഇപ്പൊ നമുക്ക് അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാം. അജ്ഞാനത്തിൽ നിന്ന് മാറിയിട്ടൊന്നുമില്ല, എളുപ്പമല്ല. അത് നമ്മൾ ആ അജ്ഞാനത്തിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, മാറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അജ്ഞാനം എന്താണെന്ന് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇവിടെ പെട്ടെന്നൊരു പുതിയൊരു വാക്ക് വന്നാൽ ഒരാളോട് വരുമ്പോൾ ഈ ഒരു ശ്ലോകമാണ് പറയണമെങ്കിൽ സാധാരണ നിലയ്ക്ക് അയാൾക്ക് കുറെ പുതിയ വാക്കുകളുണ്ട് ഇതിനകത്ത്. പരമാത്മാ, അജ്ഞാനം, ബന്ധനം, സംസാരം, വിവേകം, ഇങ്ങനെയൊക്കെ കുറെ വാക്കുകളുണ്ട് അല്ലേ? പെട്ടെന്നൊരു പുതിയ ഒരാളോട് ഇത് പറഞ്ഞാൽ, ഈ ശ്ലോകം പറഞ്ഞാൽ ഇതെല്ലാം സംശയമായി. ഇതെന്താണ് ഈ പരമാത്മാ? എന്താണ് അജ്ഞാനം? എന്താണ് ബന്ധനം? എന്താണ് സംസാരം? എന്താണ് വിവേകം? അപ്പൊ ഈ വാക്കുകളുടെ അടിസ്ഥാനത്തില് ശിഷ്യൻ അടുത്ത ശ്ലോകത്തില് ചില ചോദ്യങ്ങൾ ഗുരുവിനോട് ചോദിക്കും. സാധാരണ സംഭവിക്കാവുന്ന ഒരു കാര്യം തന്നെ. ഇതിന്റെ അടിസ്ഥാനത്തിൽ, ഈ ശ്ലോകത്തിന്റെ അടിസ്ഥാനത്തിൽ ശിഷ്യൻ കുറെ ഗുരുവിന്റെ അടുത്ത് കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുക. ഈ ചോദ്യത്തിന് മറുപടിയാണ് വിവേക ചൂടാമണി. നല്ല രസമായിട്ടാണ് ഇവിടെ ശങ്കരാചാര്യ സ്വാമികൾ അത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോ ഗുരു, പരമാത്മാവായ നിനക്ക് അജ്ഞാനം മൂലം അനാത്മാക്കളിൽ ബന്ധനമുണ്ടായി. ആ ബന്ധനത്തെ വിവേകം ഉപയോഗിച്ച്, വിവേകപരമായ ബുദ്ധി ഉപയോഗിച്ച് നീക്കണം. ആ വിവേകപരമായ ബുദ്ധി എന്നാൽ ജ്ഞാനാഗ്നിയാണ്. ആ ജ്ഞാനാഗ്നിക്ക് സമൂലം നിന്റെ പ്രശ്നങ്ങളെ തീർത്ത് കളയാൻ സാധിക്കും. അജ്ഞാനത്തെ സമൂലം വേരോടുകൂടി പിഴുതു കളയാൻ പറ്റും എന്ന് പറഞ്ഞു നിർത്തിയപ്പോ, എന്താണ് പരമാത്മാ? എന്നെ പരമാത്മാ എന്ന് വിളിച്ചേ. എന്താണ് പരമാത്മാ? അജ്ഞാനം എന്ന് പറഞ്ഞു. എന്താണ് അജ്ഞാനം? എന്താണ് ബന്ധനം? എന്താണ് സംസാരം? എന്താണ് വിവേകം? ഇതിനൊക്കെ ചോദ്യമായിട്ട് ഇനി ചോദിക്കാൻ പോവുകയാണ് അടുത്ത ശ്ലോകം. കോ നാമ ബന്ധ കഥമേഷ ആഗത കഥം പ്രതിഷ്ഠാസ്യ കഥം വിമോക്ഷഃ കോസാവനാത്മാ പരമക്ക ആത്മാ തയോർവിവേക കഥമേതുച്യതാം. കോ നാമ ബന്ധ കഥമേഷ ആഗത കഥം പ്രതിഷ്ഠാസ്യ കഥം വിമോക്ഷഃ കോസാവനാത്മാ പരമക്ക ആത്മാ തയോർവിവേക കഥമേദ്യുച്യതാം. കോ നാമ ബന്ധഃ കഥമേഷ ആഗതഃ കഥം പ്രതിഷ്ഠാസ്യ കഥം വിമോക്ഷഃ കോസവനാത്മാ പരമഃ ക ആത്മാ തയോർ വിവേകഃ കഥമേതദ് ഉച്യതാം. ശിഷ്യൻ 7 ചോദ്യമാണ് ചോദിക്കുന്നത്. 7 ചോദ്യങ്ങളാണ് ഇവിടെ ശിഷ്യൻ ചോദിക്കുന്നത്. ഈ 7നുള്ള മറുപടിയാണ് മുഴുവൻ വേദാന്തം. ഈ 7 ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് വേദാന്തം. ഓരോരോ പുതിയ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കിട്ടുന്ന അറിവുകൾ നല്ല രസകരമായ അറിവുകളാണ്. ഈ വിവേക ചൂടാമണിയിൽ കൂടി പോയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അറിവ് കിട്ടില്ല. പല പല അറിവുകളാണല്ലോ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ ഇവിടെ 7 ചോദ്യം. ഈ 7 ചോദ്യത്തിനുള്ള മറുപടിയും പഠിച്ചാൽ മുഴുവൻ വേദാന്തം പഠിച്ചു. അത് കേട്ടു, ശ്രവിച്ചു എന്നാക്കാം. പ്രാക്ടിക്കൽ അല്ല, വേദാന്തം കേട്ടു. 7 ചോദ്യങ്ങളും 7 ചോദ്യങ്ങൾക്കുള്ള മറുപടിയും വന്നാൽ വേദാന്തമായി എന്നാണ് ഇവിടെ പറയുന്നത്, ശങ്കരാചാര്യസ്വാമി പറയുന്നത്. അതുകൊണ്ട് ഈ ശ്ലോകം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നു. ഇതുപോലെ നമ്മുടെ തത്വബോധത്തിൽ ആദ്യം ആത്മാ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഒരു മറുപടി ഉണ്ടായി. 3 ശരീരമല്ല, 3 അവസ്ഥകളല്ല, ജാഗ്രസ്വപ്നം സുഷുപ്തിയല്ല, അല്ലെ? 3 എല്ലാം പറഞ്ഞ നല്ല ക്ലിയർ ആയിട്ടൊരു ശ്ലോകം ഉണ്ടായിരുന്നു. അതേപോലെയാണ് ഇവിടെ ഇപ്പോ 7 ചോദ്യങ്ങൾ. ആ 7 ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയുമ്പോൾ ശരിയായിട്ടുള്ള വേദാന്തം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഈ ശ്ലോകം പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതുവരെ നോക്കിയത് വേദാന്തത്തിന്റെ ഒരു മുഖവുര മാത്രമേ ഉള്ളൂ. ഇതുവരെ നോക്കിയത് വേദാന്തത്തിന്റെ ഒരു മുഖവുര.
അപ്പൊ സാധനകൾ അതൊക്കെ മുഖവരയപ്പെട്ടു. സാധനകള്, ശിഷ്യന്റെ ലക്ഷണം, ഗുരുവിന്റെ ലക്ഷണം, അതൊക്കെ നമ്മൾ നോക്കി. ഇനി യഥാർത്ഥ വേദാന്തമാണ് ഇനി വരുന്നത്. വളരെ ശ്രദ്ധാപൂർവം നമ്മൾ മനസ്സിലാക്കുകയും ആചരിച്ചു മുന്നേറുകയും വേണ്ട കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ഡയറക്റ്റ് ആൻസർ, അതാണ് ഇന്നത്തെ പ്രത്യേകത. നേരെയുള്ള ചോദ്യം, നേരെയുള്ള മറുപടി. അപ്പോ ഈ നേരെയുള്ള ചോദ്യം, നേരെയുള്ള മറുപടിയും വരുമ്പോ എന്ത് വേണം? അത് മനസ്സിലാക്കത്തക്കോണം നമ്മുടെ പക്വത, ഇവിടെയാണ് നമ്മുടെ പക്വതയെ നമ്മൾ അളക്കേണ്ടത്. എന്തുമാത്രം പക്വത നമുക്ക് വന്നിരിക്കുന്നു, ഇത്രയും കാലത്തെ ആത്മീയ സാധന കൊണ്ട് എന്തുമാത്രം പക്വത കിട്ടിയിട്ടുണ്ട്. സാധന കൂടെ മാത്രമേ അത് ലഭിക്കുള്ളൂ. സാധന ഇല്ലാതെ കണ്ട് മുന്നോട്ട് പോയാൽ ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് സാധന വളരെ നിർബന്ധമാണ്. ഡെയിലി സാധന ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ആത്മതത്വം മനസ്സിലാവില്ല. അപ്പൊ ഈ ചോദ്യത്തിന് 7 ചോദ്യം ചോദിക്കുമ്പോ അതിനുള്ള വാക്കുകൾ എവിടുന്നാ കിട്ടിയേ ശിഷ്യന്? കഴിഞ്ഞ ശ്ലോകത്തിൽ നിന്ന് തന്നെ കിട്ടി. വേറെ എങ്ങും പോണ്ടി വന്നില്ല. കഴിഞ്ഞ ആ ഒരു ഗുരു എന്താ, ഗുരുവിന്റെ മഹിമയാണ് അവിടെ കാണിക്കുന്നത്. ഗുരുവിന്റെ മഹിമയാണ് ആ ശിഷ്യന്റെ ഉള്ളിലേക്ക് കടത്തിവിട്ടത്. എന്ത് രസകരമായിട്ട് ആ ശിഷ്യന്റെ ഉള്ളിലേക്ക് കടത്തിവിട്ടെ. ഈ ഒരു അജ്ഞാന യോഗാ പരമാത്മനസ്തവ യാത്മനബന്ധസ്തത ഏവ സംസൃതി തയോർവിവേകോദിത ബോധവന്നി അജ്ഞാനകാര്യം പ്രദഹേത് സമൂലം. ആ ഒറ്റ ശ്ലോകത്തില് ഈ ശിഷ്യന് വേണ്ടതെല്ലാം നിറച്ചു കൊടുത്തു. അപ്പൊ ശിഷ്യൻ അതിൽ നിന്ന്, ആ നല്ല ശിഷ്യന്റെ ഗുണങ്ങൾ ഉണ്ടായിരുന്ന യഥാർത്ഥ ഒരു ശിഷ്യനായതുകൊണ്ട് അതിനകത്തുനിന്ന് വേണ്ടതെല്ലാം ഇങ്ങോട്ട് എടുത്തു. എന്താണ് ശിഷ്യൻ? 7 കാര്യങ്ങളെ ഇങ്ങോട്ട് എടുത്തു. ആ 7 കാര്യങ്ങളെ എടുത്ത് ഈ 7ഉം എന്താണ് ഗുരുനാഥ എന്ന് ചോദിക്കുകയാണ്. കോ നാമബന്ധ കഥമേഷ ആഗതഃ കഥം പ്രതിഷ്ഠാസ്യ കഥം വിമോക്ഷഃ കോ സാവനാത്മാ പരമ ക ആത്മാ തയോർവിവേക കഥമേതദുച്യതാം. ആദ്യം ശിഷ്യൻ തന്റെ മനോനിലയെ ഗുരുവിനെ അറിയിച്ചു, അല്ലെ? നമുക്ക് അങ്ങനെ ഒന്ന് നോക്കിപ്പോയാൽ എന്നെ നന്നായിട്ടത് മനസ്സിലാവുള്ളൂ. മനോനിലയെ ഗുരുവിനെ അറിയിച്ചു. ഗുരു ശിഷ്യനെ സമാധാനിപ്പിച്ചു. രക്ഷപ്പെടാനുള്ള ഉപായമുണ്ട്, പരിഭ്രമിക്കണ്ട, വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തരാം മാർഗം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. എവിടെ എത്തിയിരിക്കണം? ഗുരുവിന്റെ അടുത്ത് എത്തിയിട്ട്. അപ്പൊ ഗുരു തന്നെ പറയണ്ടേ, ഞാൻ പറഞ്ഞു തരാം. വേറെ സ്ഥലത്തേക്ക് പറഞ്ഞു വിടുകയല്ല ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു തരാം. യഥാർത്ഥത്തിൽ പരമാത്മാവായ നീ, യഥാർത്ഥത്തില് പരമാത്മാവായ നീ അജ്ഞാനം മൂലം അനാത്മാക്കളുമായി ബന്ധം വെച്ച് സംസാരിയായി തീർന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നീ ദുഃഖിക്കുന്നത്. നീ ദുഃഖിക്കുന്നത് അതുകൊണ്ടാണ്. ആത്മ അനാത്മ തിരിച്ചറിവ് എന്ന ജ്ഞാനം നിന്റെ ഈ ദുഃഖത്തെ മാറ്റും. ഇത് കേട്ട ശിഷ്യൻ ഗുരു പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചാണ് ഇപ്പോ 7 ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഏതാണ് 7 ചോദ്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. കോ നാമ ബന്ധഃ, ഒന്നാമത്തെ ചോദ്യം. 7 ചോദ്യം ഓർത്തിരിക്കണം. ഒന്നാമത്തെ ചോദ്യം, കോ നാമ ബന്ധഃ. കഹ നാമ ബന്ധഃ. അതാണ് കഹ നാമ ബന്ധഃ. ബന്ധം എന്നാൽ എന്ത്? അതായത് ബന്ധനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബന്ധം എന്നാൽ, ബന്ധനം എന്നാൽ എന്ത്? അതായത് വ്യക്തിബന്ധങ്ങള്, നമ്മൾ പറഞ്ഞ ഈ ലോകത്തിൽ നമ്മളുമായിട്ടുള്ള അറ്റാച്ച്മെന്റുകളെല്ലാം വ്യക്തിബന്ധങ്ങൾ. തമിഴില് കട്ടുപ്പാട് എന്ന് പറയും. വ്യക്തിബന്ധങ്ങള്, റിലേഷൻഷിപ്പ്, ഇതെല്ലാം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് വേദാന്തത്തിൽ പറയുന്ന ബന്ധനം എന്ത് എന്നാണ് ചോദ്യം. വേദാന്തത്തിൽ പറയുന്ന ബന്ധനം എന്ത് എന്നാണ് ചോദ്യം. ബന്ധനത്തിന്റെ വേറൊരു പേരാണ് സംസാരം. അതാണ് ചോദ്യം. ഈ ബന്ധനം എന്ത്? കോ നാമ ബന്ധഃ. രണ്ടാമത്തത്, കഥം ഏഷ ആഗതഃ. കഥം ഏഷഃ ആഗതഃ.
ഈ ബന്ധനം, ഏഷഹ എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പുള്ള ചോദ്യത്തിലെയാണ് ഇവിടെ എടുക്കുന്ന ഏഷ. കഥം ഏഷഹ ആഗതഃ, എങ്ങനെയാണ് ഈ ബന്ധം വന്നുപെട്ടത്? എന്താണ് ബന്ധനം അഥവാ ബന്ധം? ഈ ബന്ധനം എങ്ങനെ വന്നുപെട്ടു? അതെങ്ങനെ ഉണ്ടായി? അതായത് എന്നിലേക്ക് ഈ സംസാരം എങ്ങനെ പ്രവേശിച്ചു? ഞാൻ എങ്ങനെ സംസാരത്തിൽ പെട്ടു? മൂന്നാമത്തത് കഥം പ്രതിഷ്ഠാ അസ്യ, കഥം പ്രതിഷ്ഠാ അസ്യ, എങ്ങനെയാണ് ഈ ബന്ധനത്തിന്റെ ആ ഇരിപ്പിടം, ആ സ്ഥാനം, ഇതെങ്ങനെ ഇങ്ങനെ ഉറച്ചു? ഇതെങ്ങനെ ഉറപ്പിക്കപ്പെട്ടു? ഇതിന്റെ സ്ഥാനം എന്താണ്? ഇത് എവിടെയാണ് ഇത് പിടിച്ചു നിൽക്കുന്നത്? എവിടെയാണ് ഇത് സ്ഥാപനം ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഈ സംസാരം എവിടെയാണ് വേരൂന്നിയിരിക്കുന്നത്? ഇതെങ്ങനെ നിലകൊള്ളുന്നു? 3 ചോദ്യങ്ങളാണ് വന്നത്. ബന്ധനം എന്നാൽ എന്ത്? ഈ ബന്ധനം എങ്ങനെ വന്നു? ഇത് എവിടെ ഉറച്ചു നിൽക്കുന്നു? എവിടെ വേരൂന്നിയിരിക്കുന്നു? ഇനി കഥം വിമോക്ഷഃ, 4ാമത്തെ ചോദ്യം. കഥം വിമോക്ഷഃ, എങ്ങനെ രക്ഷപ്പെടാം? എങ്ങനെ പിടിവിടാം? എങ്ങനെ മോചനം നേടാം? ഏത് വാക്ക് ഉപയോഗിച്ചാലും കുഴപ്പമില്ല, കാര്യം മനസ്സിലാക്കിയാൽ മതി. കഥം വിമോക്ഷഃ, എങ്ങനെ ഇതിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാം എന്നുള്ളതാണ്. പിന്നെയോ 5ാമത്തെ ചോദ്യം, കഹ അസൗ അനാത്മാ, പ്രധാനപ്പെട്ട ചോദ്യം. കഹ അസൗ അനാത്മഃ, ഈ അനാത്മാ എന്നാൽ എന്ത്? ഈ അനാത്മാ എന്നാൽ എന്ത്? കോസാവനാത്മ എന്നുള്ളതിനവിടെ കഹ അസൗ അനാത്മ എന്നാണ് ആ 3ാമത്തെ വരിയിലുള്ള. കോനാമബന്ധ കഥമേഷ ആഗതഃ, കഥം പ്രതിഷ്ഠാസ്യ കഥം വിമോക്ഷഃ, കോസാവനാത്മാ പരമ ആത്മാ. അവിടെ കോസാവനാത്മ എന്നുള്ളത് കഹ അസൗ അനാത്മ എന്നാണ്. ഈ അനാത്മ എന്നാൽ എന്ത്? ഇല്ലേ? ചുമ്മാ അനാത്മാനാത്മ എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? ഇല്ല, എന്താണെന്ന് പറഞ്ഞ് ക്ലിയർ ആക്കി കൊടുത്താലല്ലേ മനസ്സിലാവുള്ളൂ. നമുക്കും എപ്പോഴല്ലേ മനസ്സിലാകാൻ പോകുന്നുള്ളൂ. ശരി, ഓക്കെ. 6ാമത്തത് പരമഃ ആത്മ കഹ, പരമമായ ഉന്നതമായ മഹത്തായ ആ ആത്മാ അതേത്? കാര്യം ചോദിക്കാൻ കാരണം എന്താ? പരമാത്മാവായ നിനക്ക് എന്ന് പറഞ്ഞില്ലേ ശിഷ്യനോട്. അപ്പോ എന്താണ് പരം ആത്മ? പരമാത്മ എന്താണ്? പരമഃ ആത്മാ കഹ, പരമമായ ഉന്നതമായ മഹത്തായ ആ ആത്മാ ഏത്? 7ാമത്തെ ചോദ്യം, അവസാന ചോദ്യം. തയോഹോ വിവേകഃ കഹ. തയോഹോ എന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞു ആത്മ അനാത്മ എന്ന് നമ്മൾ അവിടെ പഠിച്ചു. ആ ആത്മ അനാത്മ വിവേകഃ, അതായത് തിരിച്ചറിയൽ എങ്ങനെ? വിവേകഃ എന്നുള്ളതിന് തിരിച്ചറിവ് എന്നാണ് നമ്മൾ ശരിയായിട്ട് പഠിക്കുന്ന ആത്മീയപാതയിൽ പോകുമ്പോൾ. അപ്പോ ആത്മ അനാത്മ തിരിച്ചറിയൽ എങ്ങനെ? തയോഹോ വിവേകഃ, അതായത് വേർതിരിച്ചറിയൽ എന്നുള്ളതാണ് ഇവിടെ വിവേകം കൊണ്ട്. തെറ്റും ശരിയും നല്ലതും ചീത്തയൊക്കെ തിരിച്ചറിയുന്ന വിവേകഃ, അതാണ് തിരിച്ചറിയൽ. കഹ, എങ്ങനെയാണ് ഇത് തിരിച്ചറിയാൻ സാധിക്കുക? ഏതത് ഉച്യതാം, അതൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരൂ ഗുരുനാഥ. ഏതത് ഉച്യതാം, പറഞ്ഞു തന്നാലും. ഏതത് ഉച്യതാം, അതെനിക്ക് പറഞ്ഞു തന്നാലും. ഈ ചോദ്യങ്ങളുടെ മറുപടിയാണ് വിവേക ചൂടാമണി. ഇത്രയും ചോദ്യങ്ങളുടെ മറുപടിയാണ് വിവേക ചൂടാമണി. അടുത്ത ശ്ലോകത്തിലൂടെ ഗുരു മറുപടി പറയാൻ തുടങ്ങുന്നു. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഏതായാലും നെറ്റിന്റെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ട് ക്ലാരിറ്റി ഒക്കെ കുറവാണ്. അടുത്ത ദിവസം നമുക്ക് ഓരോ ചോദ്യങ്ങളുടെയും ആൻസർ എങ്ങനെയാണ് ഗുരു പറയുന്നത് നമുക്ക് നോക്കാം. ചോദ്യം ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയാം. കോ നാമ ബന്ധഃ, കഹ നാമ ബന്ധഃ. ബന്ധം എന്നാൽ എന്ത്? അഥവാ ബന്ധനം, വ്യക്തിബന്ധങ്ങൾ എന്നെല്ലാം പറഞ്ഞാൽ എന്ത്? വേദാന്തത്തിൽ പറയുന്ന ഈ ബന്ധനം എന്ന് പറയുന്നത് എന്താണ്? കഥം ഏഷഃ ആഗതഃ, ഈ ബന്ധനം അഥവാ ബന്ധങ്ങൾ എങ്ങനെ ഉണ്ടായി? കഥം പ്രതിഷ്ഠ അസ്യ, ഇതെവിടെയാണ് വേരൂന്നി നിൽക്കുന്നത്? നമ്മളിൽ ഇത് ഉറച്ചു നിൽക്കുന്നത്, നമ്മൾ ഇതിനടിമയായി പോകുന്നത് എന്തുകൊണ്ടാണ്? എവിടെയാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്? എവിടെയാണ് ഇതിന്റെ സ്ഥാനം, ആയതനം എന്ന് വേണമെങ്കിൽ പറയാം. കഥം വിമോക്ഷഃ, എങ്ങനെ രക്ഷപ്പെടാം? ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും? കഹ അസൗ അനാത്മാ, അനാത്മാ എന്നാൽ, ഈ അനാത്മാ എന്നാൽ എന്ത്?
പരമഃ ആത്മാ കഹ, പരമമായ ഉന്നതമായ മഹത്തായ ആ ആത്മാ, പരമാത്മാ എന്ന് എന്നെ വിളിച്ചല്ലോ, ആ പരമാത്മാ എന്ത്? പിന്നെയോ തയോഹോ വിവേകഃ കഹ, ആത്മാനാത്മ തയോഹോ എന്നുള്ളതിന് ആത്മാനാത്മ എന്ന് ഗുരു പറഞ്ഞല്ലോ. ആ തിരിച്ചറിയൽ വിവേകഃ, അങ്ങനെ തിരിച്ചറിയൽ എങ്ങനെ, ഈ വേർതിരിച്ചറിവ് എങ്ങനെ ഉണ്ടാകും, എങ്ങനെയാണിത് സാധിക്കുക? ഏതത് ഉച്യത, ഇതെല്ലാം എനിക്ക് പറഞ്ഞു തന്നാലും ഗുരുനാഥ എന്ന് പറഞ്ഞാണ് ആ ശ്ലോകം തീരുന്നത്. അടുത്ത ഗുരുവിന്റെ മറുപടി നമുക്ക് അടുത്ത ദിവസം നോക്കാം. വളരെ ചെറിയ ചെറിയ ശ്ലോകങ്ങളാണ് അടുത്തതായിട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് അടുത്ത ദിവസം അത് നോക്കാം. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ ചോദ്യങ്ങളുടെ മറുപടിയെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് നന്നായിട്ട് മനസ്സിലാക്കാനും അതിനുള്ള അനുഗ്രഹം ഭഗവാൻ തരട്ടെ. അതിനുള്ള എന്താ പറയുക, മാനസികാവസ്ഥ നമ്മളിൽ എത്തിക്കട്ടെ. ഈ ബന്ധമൊക്കെ എളുപ്പമല്ല മുറിച്ചു കളയാനൊക്കെ. അപ്പോ അതറിഞ്ഞ് ആ സ്റ്റെപ്പിൽ കൂടെ പോണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഈ ശങ്കരാചാര്യസ്വാമികളുടെ ഈ വിവേക ചൂടാമണി തീർച്ചയായിട്ടും നമുക്കതിനെ സഹായിക്കും. നമ്മുടെ ഇതിനു മുമ്പ് പഠിച്ച ഗ്രന്ഥങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതിൽ കൂടി നമുക്ക് മുന്നേറാൻ സാധിക്കും. അതിനു വേണ്ടിയുള്ള പ്രയത്നവും നമ്മൾ ചെയ്യണം. പഠിക്കുന്ന ഓരോന്നും ഓരോ 7 ക്വസ്റ്റ്യൻ കൊണ്ട് വേദാന്തമാകുന്ന പറയുന്നത്. 7 ചോദ്യവും അതിനുള്ള മറുപടി കൊണ്ടും പൂർണ്ണമായിട്ടുള്ള വേദാന്തം കയ്യിൽ കിട്ടും എന്ന് പറയുന്നു ഇവിടെ. ശങ്കരാചാര്യസ്വാമി അങ്ങനെ വെറുതെ ആവില്ലല്ലോ. അപ്പോ തീർച്ചയായിട്ടും നമുക്കൊരു ബ്രഹ്മനിഷ്ഠനായ ഗുരുവിൽ നിന്നാണ് കിട്ടുന്നത് എന്നുള്ള ഒരു മഹാഭാഗ്യം. കാരണം ശങ്കരാചാര്യസ്വാമിയെ കുറിച്ച് വേറെ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോ അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്നത് അതുപോലെയുള്ള ഒരു ഗുരുനാഥന്റെ കയ്യിൽ നിന്നാണ് എനിക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്കതിന്റെ പ്രയോജനം ഉണ്ടാകും. ഇതുവരെയുള്ള എല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. സായിറാം സാർ. സായിരാം സാർ. സാർ ഒരു നല്ല ക്യൂരിയോസിറ്റി കൊണ്ട് നിർത്തി വെച്ചു. സായിറാം സാർ. അല്ലേ സാർ? സായിറാം സാർ. നല്ല ഒരു ആകാംക്ഷ